കെ.സി. വേണുഗോപാൽ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സ്വാഭാവികമായിട്ടും ഈ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ ശത്രു അവർ തന്നെയാണ്. അതിന് സംശയമൊന്നുമില്ല. അത് ഏത് കാലത്താണ് ഞങ്ങൾക്ക് മതി. CPM-നല്ലേ പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. CPM കോൺഗ്രസിനെ ശത്രുവായിട്ടാണ് കണ്ടിട്ട് ഇലക്ഷനുകൾ. അവരുടെ മുഖ്യ ശത്രു രാഹുൽ ഗാന്ധിയായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധന, രാഹുൽ ഗാന്ധിയെക്കുറിച്ച് BJP-യും സംഘപരിവാറും പറഞ്ഞ ഭാഷ, ആ ഭാഷ ഞാനും ഉപയോഗിക്കുമെന്ന് പറയുക, അത് അവരാ ചെയ്തത്. ഞങ്ങളുടെ സ്വഭാവം എല്ലാ കാലത്തും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദേശീയ പ്രസ്ഥാനത്തിന്റെ നയിച്ച പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ എല്ലാ കാലത്തും കാണുന്നത് BJP എന്ന് പറയുന്നത് അവർ ഉയർത്തുന്ന വിഘടന വിഭജിത ആ ഒരു രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അവരാണ് മുഖ്യമായിട്ടുള്ള രാഷ്ട്രീയം. ആലപ്പുഴയിലെ BJP-യുടെ വളർച്ച എങ്ങനെ കാണുന്നു? ഈ തെരഞ്ഞെടുപ്പിൽ അവർ 3 ലക്ഷത്തിനടുത്ത് വോട്ട് പിടിച്ചിരിക്കുന്നു. മാത്രമല്ല LDF അതൊരു താൽക്കാലിക പ്രതിഭാസമായിട്ടാണ് ഞാൻ കാണുന്നത്. അതൊരു സ്ഥിരം പ്രതിഭാസമായിട്ടൊന്നും നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പം ഞാൻ ചോദിച്ചില്ല, ഇതിപ്പം ചോദിച്ചു കേട്ടതൊന്നും PC തോമസ് NDA സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചിട്ടില്ലേ? ഇവിടെ പോയിട്ടില്ലേ? ഇതിന് മുൻപും അങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടില്ലേ? അൽഫോൺസ് കണ്ണന്താനം ഇവിടെ നിന്ന് മന്ത്രിയായിട്ടില്ലേ? ഇതൊക്കെ താൽക്കാലിക പ്രതിഭാസങ്ങളായിട്ട് കണ്ടാൽ കേരള സമൂഹത്തിനൊരു നന്മയുണ്ട്. അവർക്ക് രാഷ്ട്രീയമായിട്ടുള്ള ചിന്താഗതിയിൽ ആ നന്മയെ അവരെ നയിക്കും, നിയന്ത്രിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അപ്പൊ അതുകൊണ്ട് പക്ഷേ എന്ന് വെച്ച് എല്ലാം ലാഘവത്തിലെടുക്കാൻ പാർട്ടി പാടുമില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എവിടെയൊക്കെയാണ് പാർട്ടിയുടെ വോട്ടുകളിൽ എവിടെയെങ്കിലും ശോഷണം ഉണ്ടായത് കോൺഗ്രസ് പാർട്ടിയുടെ? ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് കെ.സി. വേണുഗോപാൽ. ഇനി സ്വർണം വെള്ളി